ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പറയുന്നത്. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി അത്രമേൽ രൂക്ഷമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്ഷണ വിതരണ മേഖലയ്ക്കും വലിയൊരു ഇരുട്ടടിയാണ് ഇന്ന് പെട്രോളിയം കമ്പനിക്കാരും കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് 1000 രൂപ വില വർദ്ധിപ്പിക്കുക, അതും കഴിഞ്ഞ 2 മാസം കൊണ്ട് 400 രൂപ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1500 രൂപയോളമാണ് നമുക്ക് വില വർധന വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ മേഖലയ്ക്ക് അത് തരണം ചെയ്യാൻ സാധിക്കില്ല. 1.5 മാസക്കാലമായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു ചിന്തിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഈ 1600 രൂപയുടെ വില വർധന വന്നിരിക്കുന്നത്. 1000 രൂപ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ ഹോട്ടലുകാരന് പോലും ഏതാണ്ട് 3000 രൂപ ഒരു ദിവസം അധിക ചെലവാണ് വരുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതെ, സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സമരം നടത്തിക്കൊണ്ടൊന്നും നേടാനല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം അത് ജനസമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 6-ാം തീയതി നമ്മൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ധർണയ്ക്ക് പോകുന്നത്. പെട്രോളിയം കമ്പനികളുടെ മുമ്പിൽ അന്ന് അതിശക്തമായ ധർണ നടത്തുകയും ഓരോ വർഷവും 13,000 14,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് വീണ്ടും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസാണ് 85% ഉപയോഗിക്കുന്നത്. ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ പാവഭാരം കൂടി അതിൻ്റെ ബാധ്യതകൾ കൂടി ഇവിടുത്തെ കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെ തലയിലിട്ട് കൊടുത്തുകൊണ്ട് ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെ നശിപ്പിക്കാനുള്ള ആ ശ്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. സൂചനാ സമരമാണ്. പിന്നെ സൂചനാ സമരം കഴിഞ്ഞാൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാനൊരു സാഹചര്യമില്ലെങ്കിൽ ഓരോ ഹോട്ടലുകളായിട്ട് അടച്ചിട്ട് പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ കൂട്ടിയ 1000 രൂപ അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് എന്താണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പാചകവാതകത്തിനൊരു ക്ഷാമവുമില്ല, ക്രൂഡ് ഓയിലിനൊരു ക്ഷാമവുമില്ല. ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ചെയ്ത ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ ഒരു വലിയ ധൂമകേതു ഞങ്ങൾക്കെതിരെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളില്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിയണം. MS സുരേഷ് കുമാറാണ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉടമകളുമായി സംസാരിച്ച ഡാനി പോളാണ്. ഏതായാലും നമുക്ക് ഹോട്ടലുകളുടെ പ്രതിസന്ധി വലിയൊരു പ്രശ്നമായി സംസ്ഥാനത്ത് മാറുന്നു. വലിയൊരു വ്യവസായമാണ്. ആ പ്രതിസന്ധി പരിഹരിക്കേണ്ടതും ഉള്ള ബാധ്യതയും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.